അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ബിരിയാണിയാണ് ആക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു 1.5 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. 1.5 കിലോ വരും ഇത് ബേബി ചിക്കൻ എന്നാണ് ഇതിന് പറയുന്നത്. വളരെ ചെറിയ പീസസ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബേബി ചിക്കൻ എന്ന് പറഞ്ഞ് മേടിക്കുന്നത്. അപ്പോൾ ഇത് ഇനി നമുക്ക് കഴുകി നല്ല വൃത്തിയാക്കാനുണ്ട്. പിന്നെ പീസസ് വേണമെങ്കിൽ ഒന്നുകൂടെ ആവശ്യമുണ്ടെങ്കിൽ ചെറുതാക്കാം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ടൈപ്പ് ബിരിയാണിയാണ് ആക്കാൻ പോകുന്നത്. നോർമലി ഉണ്ടാക്കുന്ന കണക്കുള്ളൊരു ബിരിയാണി അല്ല. നമുക്കത് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്കിത് കഴുകാം. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ ഇട്ട് ഇച്ചിരി നാരങ്ങ നീരൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതൊന്ന് കഴുകി എടുക്കുമ്പോഴത്തേക്ക് നല്ല നാരങ്ങ നീരൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പം കംപ്ലീറ്റ് അഴുക്കും എല്ലാം അതിൽ നിന്ന് റിമൂവ് ആകും. അപ്പോൾ അതൊരു നല്ല രീതിയിലായി വരും. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യാം. നമ്മൾ നല്ലത് കഴുകി വൃത്തിയാക്കി നല്ല ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം. ഇത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അതിലാദ്യമായിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് ഇതിൽ കൂടുതലും വേണമെങ്കിൽ ചേർക്കാം. ഞാൻ എന്തായാലും 3 ടീസ്പൂണ് ആണ് ഇടുന്നത്. അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. മല്ലിപ്പൊടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ആയിട്ട് മല്ലിപ്പൊടി ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അത് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാനൊരല്പം ചേർക്കുന്നതേ ഉള്ളൂ ഇതിനകത്ത് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും നമ്മൾ അതനുസരിച്ചുള്ള ഉപ്പ് ഇട്ടാൽ മതി. അപ്പോൾ ഇതിൽ ഉപ്പ് അധികം ഇടണ്ട, കുറച്ചിട്ട് വെക്കും. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 1/2 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് മസാലയെല്ലാം അതിൽ പിടിച്ചൊന്ന് സെറ്റാവും. അപ്പോൾ അതുവരേക്കും നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അപ്പോൾ നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നോക്കാം. 3 സവാളയാണ് ഞാൻ എടുക്കുന്നത്. 3 സവാള, അതുപോലെ 3 ടൊമാറ്റോ, 3 പൊട്ടറ്റോയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി. ഇത് ഞാൻ ബിരിയാണി ആയതുകൊണ്ടാണ് പറയുന്നത്. ബിരിയാണിയിൽ നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഞാൻ ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഉരുളൻകിഴങ്ങ് ഒരു 3 എണ്ണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് വെക്കും. ഫുഡ് പ്രോസസ്സറിൽ ഇടുമ്പോഴത്തേക്ക് അത് നല്ല ഫൈൻ ചോപ്ഡായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാം ഇങ്ങനെ അല്ലാതെ തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് പ്രോസസ്സറിലിട്ട് ഉള്ളി ഞാൻ കട്ട് ചെയ്ത് റെഡിയായി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി റൈസ് ഞാൻ നേരത്തെ തന്നെ എണ്ണയിലിട്ട് വഴറ്റി അതിനാവശ്യമുള്ള കറുവപ്പട്ട അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ് ഓൾറെഡി റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് ഉരുളൻകിഴങ്ങ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ചിക്കൻ മാരിനേറ്റഡായി ഇരിപ്പുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ല ഫ്രഷ് നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കർ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പെരുംജീരകം ഇടാം. കുറച്ച് പെരുംജീരകം ഞാൻ ഇടും സാധാരണ. അപ്പോൾ കുറച്ച് പെരുംജീരകം ഇടാം. അതിനുശേഷം നമുക്ക് ഫുഡ് പ്രോസസ്സറിൽ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി നമുക്ക് തട്ടിയിടാം. ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ആദ്യം ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇഞ്ചി എടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതിപ്പം ജിഞ്ചർ നമ്മൾ സെപ്പറേറ്റ് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിഞ്ചർ ഇടുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി അതിനകത്ത് തന്നെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നതാണ്.
നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്തായിരുന്നു ചിക്കനിൽ. സോ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാവുള്ളൂ, കൂടി പോകരുത്. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതിന് നല്ലപോലെ ഉള്ളി വയന്ന് വരണം, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഉള്ളി നമുക്ക് വയറ്റാം. അതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മളെ ടൊമാറ്റോ നമുക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോയും ഉള്ളിയും കൂടെ ഒന്ന് മിക്സായി വരണം നല്ലപോലെ. ഒന്ന് വെന്ത് വന്നാൽ മതി ടൊമാറ്റോ ചെറുതായിട്ടൊന്ന്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൊമാറ്റോയും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വയറ്റാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഒരു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ഗരം മസാല നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഗരം മസാല ഇടുമ്പോൾ നല്ലൊരു മണവും ഒക്കെ വരും ഇതിന്. അപ്പം ഗരം മസാല നമ്മൾ കുറച്ചിട്ടാൽ മതി. ഒരു ടേബിൾ സ്പൂൺ പോലും വേണ്ട, കുറച്ചിട്ടാൽ മതി. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് ബിരിയാണി മസാല ആഡ് ചെയ്യുക. ബിരിയാണി മസാല എന്ന് പറയുമ്പം അതിൻ്റെ സ്പൈസസ് എല്ലാം കൂടെ ഇട്ട് അതവർ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നൊരു അരച്ചെടുത്തേക്കുന്നൊരു മസാലയാണ്. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ തരും. ബിരിയാണി മസാല ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യാം. ചിക്കൻ മസാല നമുക്ക് ആവശ്യത്തിന് ഇടുക. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് വേണം മസാലകൾ ആഡ് ചെയ്യുമ്പം ഇടേണ്ടത്. ഇപ്പോൾ എൻ്റെ ഒരു കണക്കനുസരിച്ചാണ് ഞാൻ ഈ ഇടുന്നത്. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് ആ കണക്കനുസരിച്ച് നമ്മൾ ഇട്ടിട്ടതിന് ശേഷം നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്തു. ഉരുളൻകിഴങ്ങ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റി ഒന്ന് എടുക്കണം. അപ്പോൾ അതുപോലത്തായിട്ടൊന്ന് മിക്സായി വരും. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഇരുന്ന് വേവട്ടം. ഉരുളൻകിഴങ്ങ് ഒന്ന് മിക്സ് ആവണം. അപ്പം ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവാനായിട്ട് ഓപ്പണായിട്ട് തന്നെ ഒന്ന് വേവാനായിട്ട് നമ്മൾ കുക്കറിൽ തന്നെ വെച്ചേക്കണം. വേണ്ട, നമ്മളിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഓപ്പണാക്കി വെച്ചു, നമ്മൾ കുക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ വെള്ളവും എല്ലാം ഊന്നിറങ്ങിയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് വിസിൽ വെച്ച് നമുക്കൊന്ന് വിസിൽ വരുത്തണം. ഒരു 2 വിസിൽ വന്നാൽ മതി. അതിന് ശേഷമാണ് നമുക്ക് റൈസ് ഇടാനുള്ളത്. അപ്പം നമുക്കിനി അത് വിസിൽ വെക്കാം. നമ്മൾ വിസിൽ വന്നതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ്. അപ്പം നമുക്കിനി കുറച്ചുകൂടി വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുക്കറിന് മുകളിൽ വരെ വെള്ളം ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാക്കി വെച്ചിരുന്ന റൈസ് നമുക്ക് ആഡ് ചെയ്യണം. റൈസ് ആഡ് ചെയ്ത് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് വിസിലിൽ അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് ആണ് ടൈം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വിസിൽ വരുന്നവരെ ഇത് അടച്ചു വെക്കണം. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ തീ അണയ്ക്കുക, അല്ലെങ്കിൽ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തീ അണയ്ക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ പാകം, അതാണ് അതിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത്.
നമ്മുടെ ബിരിയാണി ഇപ്പോൾ ആയിട്ടുണ്ട്. നല്ലൊരു മണം അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. ഇതിനി ഇങ്ങനെ ഓപ്പണാക്കി കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ആ ഒരു എന്താണ് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറി വരും. അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് അത് സെർവ് ചെയ്യാം, കഴിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇതാണ് എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ആദ്യം നമ്മൾ റൈസ് ആക്കി വെക്കുക, അതിനുശേഷം കറിയാക്കുക, എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അതിനൊരു പാകം ടൈമുണ്ട്, ആ ടൈമിനുള്ളിൽ തന്നെ എടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്.